ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റെപ്ലിക്കേഷൻ ആൻഡ് അലോക്കേഷൻ ടെക്നിക്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് റെപ്ലിക്കേഷൻ നോക്കാം. ഡാറ്റ റെപ്ലിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് ഡാറ്റ ഇൻ മോർ ദാൻ വൺ സൈറ്റ് ഓർ നോഡ്. ദാറ്റ് മീൻസ് ഡാറ്റേൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസിനെ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ അല്ലെങ്കിൽ നോഡ്സിൽ സ്റ്റോർ ചെയ്തെക്കുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചറായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് എടുക്കുക. ഇപ്പം ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റാസിൻ്റെ കോപ്പീസിന് നമ്മൾ മറ്റ് ഡാറ്റാബേസിലേക്ക് ഒന്നോ രണ്ടോ ഡാറ്റാബേസിലേക്ക് മോർ ദാൻ 2 ഡാറ്റാബേസിലേക്ക്, അപ്പം ഇവിടെ ഒരു 3 ഡാറ്റാബേസിൻ്റെ ഒക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റാസിൻ്റെ കോപ്പീസ് നമ്മൾ ഈ എല്ലാ ഡാറ്റാബേസിലേക്കും എന്താ ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിങ്ങനെ ഡാറ്റ റെപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റാബേസിൻ്റെ അതുള്ള എൻറ്റയർ കണ്ടൻറ്റിൽ ആ ഡാറ്റാബേസിലെ ഫുൾ കണ്ടൻറ്റ്സ് ആ ഡാറ്റാബേസിനെ ടോട്ടലായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു ഡാറ്റാബേസ് നമ്മൾ എന്താണ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്രാഗ്മെൻറ്റ്സിലാണ് നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ ടോട്ടൽ ഡാറ്റാബേസിനെ ഒന്നിച്ച് മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് എന്താണ് ഇപ്പോൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റിനെ മാത്രമാണ് നമ്മളിപ്പം ഇതിലേക്ക് ഡാറ്റാബേസിലേക്ക് കോപ്പി ചെയ്ത് വെച്ചേക്കുക. അപ്പം അങ്ങനെയും പോസിബിളാണ്. ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡാറ്റേനെ കോപ്പി ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഇംപ്രൂവിങ് ദ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ആസ് ഇറ്റ് allow users to access data relevant to their task without interfering with the work of others. അതായത് ഈ ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റയെ നമുക്ക് ഈസിലി അവൈലബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റ റെപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാറ്റേനെ അവൈലബിൾ ആകും. ഇപ്പോൾ ഒരു സെയിം ഡാറ്റ എന്താണ് മൾട്ടിപ്പിൾ ഡാറ്റാബേസിലുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു യൂസറിൻ്റെ ടാസ്കിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡാറ്റേനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റേനെ നമുക്ക് ഈസിലി അവൈലബിൾ ആകും. ഇപ്പോൾ ഒരു യൂസർ ടാസ്ക് പെർഫോം ചെയ്യുമ്പം അതിന് ആ ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് ആ ഡാറ്റ ഇല്ലെങ്കിൽ അത് മറ്റൊരു ഡാറ്റാബേസിൽ പോയിട്ട് ആ ഡാറ്റ എടുക്കുക പറയുമ്പം എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ എന്താണ് മറ്റേ ഡാറ്റാബേസിൻ്റെ വർക്കിങ്ങിന് അതെല്ലാം എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റേനെ ആക്സസ് ചെയ്ത് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ നോക്കാം. ഡാറ്റ റെപ്ലിക്കേഷൻ്റെ 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദി സിങ്ക്രോണസ് റെപ്ലിക്കേഷനും അസിങ്ക്രോണസ് റെപ്ലിക്കേഷനും. In synchronous replication, the replica will be modified immediately after some changes are made in the relational table. So there is no difference between original data and the replica. അതായത് സിങ്ക്രോണസ് റെപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഒറിജിനൽ ഡാറ്റേൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ റെപ്ലിക്കേൻ്റെ അകത്തും വരുന്നതാണ്. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡാറ്റാബേസ്. അപ്പോൾ ഈ ഒറിജിനൽ ഡാറ്റാബേസിലുള്ള ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ഇതാണ് നമ്മുടെ റെപ്ലിക്കേറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ റെപ്ലിക്കേൻ്റെ അകത്ത് ആ ചേഞ്ചസ് വരും. ഇതാണ് സിങ്ക്രോണസ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സിങ്ക്രോണസ് റെപ്ലിക്കേഷനകത്ത് ഒറിജിനൽ ഡാറ്റയും റിപ്ലിക്കയും തമ്മിൽ എന്താണ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്താണ് ഒറിജിനൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നു മീൻസ് ഒറിജിനൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റിപ്ലിക്കയിലും ആ ചേഞ്ചസ് എല്ലാം മോഡിഫൈ ആവുന്നുണ്ടല്ലോ. അപ്പം ഒറിജിനൽ ഡാറ്റയും റിപ്ലിക്കയും എന്താണ് എക്സാക്ട്ലി സെയിം ആവും. രണ്ടും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ടൈപ്പാണ് asynchronous replication. In asynchronous replication, the replica will be modified after commit is fired on the database. അതായത് അസിങ്ക്രോണസ് റെപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാബേസിൻ്റെ അകത്ത് ഒറിജിനൽ ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അത് കമ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ എന്താണ് റിപ്ലിക്കേൻ്റെ അകത്ത് ഇത് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ആ റിപ്ലിക്കേൻ്റെ അകത്ത് ആ മോഡിഫിക്കേഷൻസ് വരുന്നുള്ളൂ. അപ്പം ഒറിജിനൽ ഡാറ്റ എടുത്തു നമ്മൾ അതിൻ്റെ അകത്ത് ആ ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി എന്നിട്ട് കമ്മിറ്റ് കമാൻഡ് കൊടുത്താൽ മാത്രമാണ് നമ്മളെടുത്ത് വെച്ച് റിപ്ലിക്കേൻ്റെ അകത്ത് ആ ചേഞ്ചസ് എല്ലാം ആ മോഡിഫിക്കേഷൻസ് എല്ലാം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് അതിനകത്തേക്ക് വരില്ല. ഇതാണ് അസിങ്ക്രോണസ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റിലേഷണൽ സ്കീംസ് നോക്കാം. റിലേഷണൽ സ്കീംസ് ത്രീ ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഫുൾ റെപ്ലിക്കേഷൻ. ഫുൾ റെപ്ലിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ ദ മോസ്റ്റ് എക്സ്ട്രീം കേസ് ഈസ് റെപ്ലിക്കേഷൻ ഓഫ് ദ വോൾ ഡാറ്റാബേസ് അറ്റ് എവറി സൈറ്റ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ദിസ് വിൽ ഇംപ്രൂവ് ദ അവൈലബിലിറ്റി ഓഫ് ദ സിസ്റ്റം ബിക്കോസ് ദ സിസ്റ്റം ക്യാൻ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ആസ് ലോങ് ആസ് അറ്റ് ലീസ്റ്റ് വൺ സൈറ്റ് ഈസ് അപ്പ്. അതായത് ഫുൾ റെപ്ലിക്കേഷനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ആ ഡാറ്റാബേസിൻ്റെ ഉള്ള ഫുൾ കണ്ടൻസിനെ വോൾ ഡാറ്റാബേസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്
കോപ്പി ചെയ്ത് വെക്കുന്നത്. ഈ വോൾ ഡാറ്റാബേസിനെയാണ് നമ്മൾ മറ്റൊരു ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ സൈറ്റ്സിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ഒരു ഒറിജിനൽ ഡാറ്റാബേസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ, അത് ഫെയിലിയർ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഡാറ്റയൊന്നും മിസ്സായി പോകില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഡാറ്റാസിനെയും നമ്മൾ മറ്റ് ഡാറ്റാബേസിലേക്ക് കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റാസിനൊന്നും എന്താ ചെയ്യും, മിസ്സായി പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഡാറ്റാസിനെ ഈ മറ്റുള്ള ഡാറ്റാബേസ് റിപ്ലിക്കാസിന് നമുക്ക് എന്ത് ചെയ്യും, ആ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഫുൾ റെപ്ലിക്കേഷൻ. ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെർവർ ഉണ്ട്. സെർവറിലേക്ക് 3 യൂസേഴ്സ് ഉണ്ട്. യൂസർ 1, യൂസർ 2 ആൻഡ് യൂസർ 3. 3 യൂസേഴ്സ് സെർവറായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സെർവറിൻ്റെ ഡാറ്റാബേസ് ആണിത്. ഇതാണ് ഒറിജിനൽ ഡാറ്റാബേസ്. അപ്പോൾ ഈ ഒറിജിനൽ ഡാറ്റാബേസിൻ്റെ ഫുൾ കണ്ടൻസിനെയും ഒറിജിനൽ ഡാറ്റാബേസിലുള്ള എല്ലാ ഡാറ്റാസിനെയും നമ്മളൊരു റിപ്ലിക്കേൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ഈ റിപ്ലിക്കേൻ്റെ അകത്തുനിന്ന് ഡാറ്റാനെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫുൾ റിപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ. ഫുൾ റിപ്ലിക്കേഷനകത്ത് എന്താണ്, നമുക്ക് ഡാറ്റേനെ ഹൈ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡാറ്റ നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. ഡാറ്റയൊന്നും മിസ്സായി പോകാതെ തന്നെ നമുക്ക് എല്ലാ ഡാറ്റാസിനെയും പെട്ടെന്ന് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഫോർ റിട്രീവൽ ഓഫ് ഗ്ലോബൽ ക്വറീസ് ആസ് ദ റിസൾട്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ലോക്കലി ഫ്രം എനി ഓഫ് ദ ലോക്കൽ സൈറ്റ്സ്. ആൻഡ് തേർഡ് വൺ ആണ് ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ക്വറീസ്. ഫുൾ റിപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് യൂസറിന് വരുന്ന ക്വറീസിനെല്ലാം പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓരോ ക്വറീസിനും പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്, മൾട്ടിപ്പിൾ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ലേറ്റ് ഒന്നും ആവാതെ ഓരോ ക്വറീസും വരുമ്പം അതിനനുസരിച്ചുള്ള ഡാറ്റാസിനെല്ലാം എടുത്ത് നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫുൾ റിപ്ലിക്കേഷൻ. ഫുൾ റിപ്ലിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഫസ്റ്റ് വൺ, കൺകറൻസി ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് ഇൻ ഫുൾ റിപ്ലിക്കേഷൻ. ഫുൾ റിപ്ലിക്കേഷൻ്റെ അകത്ത് കൺകറൻസി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സെക്കൻഡ് വൺ, സ്ലോ അപ്ഡേറ്റ് പ്രോസസ് ആസ് എ സിംഗിൾ അപ്ഡേറ്റ് മസ്റ്റ് ബി പെർഫോംഡ് അറ്റ് ഡിഫറെൻറ്റ് ഡാറ്റാബേസസ് ടു കീപ് ദ കോപ്പീസ് കൺസിസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പം പറഞ്ഞു ഡാറ്റാസിൻ്റെ കോപ്പീസ് നമ്മൾ മറ്റ് ഡാറ്റാബേസിലേക്ക് എടുത്ത് വെച്ചാൽ, അപ്പം ഈ ഡാറ്റാസിൻ്റെ എല്ലാം എന്താണ് കൺസിസ്റ്റൻ്റ് ആയി കോപ്പീസിനെ എല്ലാം കൺസിസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. അപ്പം നമ്മൾ ഒറിജിനൽ ഡാറ്റാബേസിൻ്റെ ഡാറ്റേൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സിംഗിൾ ചേഞ്ച് വരുത്തിയാൽ പോലും ആ ചേഞ്ചിനെ മറ്റ് ഡാറ്റാബേസിലെല്ലാം ആ ചേഞ്ചസ്, ആ മോഡിഫിക്കേഷൻസ് വരുത്തുക അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ്, ഇതിൻ്റെ അകത്ത് ഒരു ഒറിജിനലിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ അത് അതിൻ്റെ എത്ര കോപ്പീസ് ഉണ്ട്, റിപ്ലിക്കാസ് ഉണ്ടോ, അതിലെല്ലാം തന്നെ വരുത്തുന്നത് കൊണ്ട് ഈ അപ്ഡേഷൻ പ്രോസസ്സ് പറയുന്നത് കുറച്ച് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ കോപ്പീസ്, ഒരു സിംഗിൾ ചേഞ്ചസിൽ നിന്നാണ് മൾട്ടിപ്പിൾ കോപ്പീസിൽ ആ ചേഞ്ചസ് എല്ലാം വരുത്തണം. അപ്പം എന്താണ്, ആ അപ്ഡേഷൻ പ്രോസസ്സ് കുറച്ച് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. ഇതാണ് ഫുൾ റിപ്ലിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നോ റിപ്ലിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഫുൾ റിപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ദി നോ റിപ്ലിക്കേഷൻ. The other case of replication involves having no replication, that is each fragment is stored at only one site. ഈ നോ റിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാസിനെ ഒരൊറ്റ സ്ഥലത്ത് മാത്രം, ഒരൊറ്റ ഡാറ്റാബേസിൽ മാത്രമേ നമ്മൾ ആ ഡാറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നുള്ളൂ. അതിൻ്റെ റിപ്ലിക്കാസ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഡയഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഈ സെർവറിൻ്റെ ഒരു ഡാറ്റാബേസാണിത്. സെർവറിൻ്റെ ഒറിജിനൽ ഡാറ്റാബേസാണിത്. ഈ ഒറിജിനൽ ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ഇതിന്നാണ് നമ്മൾ ഡാറ്റാസിനെ എടുക്കുന്നതും നമ്മൾ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെല്ലാം ഈ ഒരു ഡാറ്റാബേസിലേക്കാണ്. ഈ ഡാറ്റാബേസിലെ ഡാറ്റാസിൻ്റെ കോപ്പീസിനെയോ അല്ലെങ്കിൽ റിപ്ലിക്കാസിനെയോ ഒന്നും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നില്ല. നോ റിപ്ലിക്കേഷൻ ഓഫ് ദ ഡാറ്റ. ഇതിൻ്റെ അകത്തുള്ള ഡാറ്റാസിനെ ഒന്നും റിപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് നോ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നോ റിപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡാറ്റ ക്യാൻ ബി ഈസിലി റിക്കവേർഡ്. നോ റിപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ഡാറ്റനെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ, കൺകറൻസി ക്യാൻ ബി അച്ചീവ്ഡ്. നോ റിപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് കൺകറൻസി അച്ചീവ് ചെയ്യാൻ പറ്റും. ഫുൾ റിപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക് കൺകറൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ നോ റിപ്ലിക്കേഷൻ്റെ അകത്താകുമ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നോ റിപ്ലിക്കേഷൻ്റെ അകത്ത് കൺകറൻസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്താ വെച്ചാൽ നമ്മളുടെ ഡാറ്റേനെ ഒരൊറ്റ ഡാറ്റാബേസിൽ മാത്രമാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കൺകറൻസി അച്ചീവ് ചെയ്യാൻ കൺകറൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കും.
Next, disadvantages of no replication. No replication disadvantages നോക്കാം. First one, since multiple users are accessing the same server, it may slow down the execution of queries. അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരു സെയിം സെർവറുമായിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂസേഴ്സിനെല്ലാം കൊറീസ് വരുമ്പോൾ യൂസേഴ്സിന് ഇപ്പോൾ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ കൊറീസ് വരുമ്പോൾ സെർവറിന് അത് പ്രോസസ്സ് ചെയ്യാറുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാവും. കാരണം എന്താണ്, ഒരൊറ്റ ഡാറ്റാബേസേ ഉള്ളൂ. അപ്പം ഡാറ്റാസിന് ആ ഒരു ഡാറ്റാബേസിന് മാത്രമേ നമുക്ക് ഡാറ്റാബേസ് മാത്രം ഉള്ളതുകൊണ്ട് സെർവറിന് അതിൻ്റെ കൊറീസിനെല്ലാം പ്രോസസ്സ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാവും. ആൻഡ് സെക്കൻഡ് എന്താണ്, ദ ഡാറ്റ ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ആസ് ദർ ഈസ് നോ റിപ്ലിക്കേഷൻ. ഇപ്പോൾ ഡാറ്റാസിന് നമുക്ക് എന്താണ് ഈസി ആയിട്ടൊന്നും കിട്ടില്ല. ഒരൊറ്റ റിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ റിപ്ലിക്കേഷൻ. ഡാറ്റേൻ്റെ റിപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡാറ്റേനെ നമ്മൾ ഒരൊറ്റ സ്ഥലത്ത് വേണ്ട ഒരൊറ്റ ഡാറ്റാബേസിൽ മാത്രമാണ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താണ്, ഡാറ്റാസിന് ഈസി ആയിട്ടൊന്നും അവൈലബിൾ ചെയ്യില്ല. ഡാറ്റ ആക്സസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാവും. നെക്സ്റ്റ് തേർഡാണ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. അപ്പം തേർഡ് ടൈപ്പ് എന്താണ്, പാർഷ്യൽ റിപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഫുൾ റിപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ആണ് നോ റിപ്ലിക്കേഷൻ. ആൻഡ് തേർഡ് വൺ ആണ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. ഇനി നമുക്ക് പാർഷ്യൽ റിപ്ലിക്കേഷൻ നോക്കാം. പാർഷ്യൽ റിപ്ലിക്കേഷനിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റിപ്ലിക്കേഷൻ സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ ഡാറ്റാബേസ് മേ ബി റിപ്ലിക്കേറ്റഡ് വെറാസ് അതേഴ്സ് മേ നോട്ട്. അതായത് പാർഷ്യൽ റിപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളെന്താണ്, ഒരു ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ഈ ഡാറ്റാബേസിൽ എന്താണ് മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പാർഷ്യൽ റിപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഡാറ്റാബേസിലെ സം ഫ്രാഗ്മെൻറ്റ്സ്, അപ്പം ഇതാണ് നമ്മുടെ റിപ്ലിക്ക. അപ്പോൾ ഈ റിപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഈ ഒരു ഫ്രാഗ്മെൻറ്റ് മാത്രമേ നമ്മൾ ചിലപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്തേക്കുള്ളൂ. ഇങ്ങനെ ഒരു ഡാറ്റാബേസിലുള്ള ചില ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കുന്നതിനെയാണ് പാർഷ്യൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ റിപ്ലിക്കേഷൻ എന്താണ്, നമ്മൾ ഡാറ്റാബേസിലുള്ള വോൾ കണ്ടൻസിൻ്റെ ഫുള്ളായിട്ടുള്ള ഡാറ്റാസിനെ ഒന്നും റിപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നില്ല. നമ്മളതിൽ ആവശ്യമായ ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രമേ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. The number of copies of fragments may range from 1 to the total number of sites in the distributed system. And the description of replication of fragments is sometimes called replication schemes. അതായത് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ റിപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ റിപ്ലിക്കേഷൻ സ്കീംസ് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ റിപ്ലിക്കേഷൻ്റെ ഒരു ഫിഗർ നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് നമ്മളെന്താണ്, ഇവിടെ ഒരു ഒറിജിനൽ ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഈ ഒറിജിനൽ ഡാറ്റാബേസിലെ ചില ഫ്രാഗ്മെൻറ്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു ഡാറ്റാബേസിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്ത് വെക്കും, അതായത് കോപ്പി എടുത്ത് വെക്കും. അപ്പം നമ്മുടെ ഒറിജിനൽ ഡാറ്റാബേസിലെ ഏത് ലൊക്കേഷനിലുള്ള ഏത് ഫ്രാഗ്മെൻറ്റ്സ് ആണ് എടുത്ത് വെക്കുന്നതെല്ലാം റിപ്ലിക്കയിൽ എടുത്ത് വെക്കുന്നതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മൾ റിപ്ലിക്ക എടുത്ത് വെച്ച ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് പാർഷ്യൽ റിപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണ്, ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദ ഫ്രാഗ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. ഓക്കെ, ഡാറ്റേൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് നമുക്ക് വേണ്ട ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രം എന്ത് ചെയ്യാം, മറ്റൊന്നിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡാറ്റാസിനെല്ലാം നമുക്ക് എന്താണ് മിസ്സായി പോകുന്നില്ല, മൾട്ടിപ്പിൾ ഡാറ്റാബേസിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം. അതിനെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. ഇതാണ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. അപ്പം റിലേഷണൽ സ്കീംസ് ഏതൊക്കെയാണ്? 3 എണ്ണം ഉള്ളത്. ഫുൾ റിപ്ലിക്കേഷൻ, നോ റിപ്ലിക്കേഷൻ ആൻഡ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. ഫുൾ റിപ്ലിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ്, നമ്മൾ ഫുൾ ഡാറ്റാബേസിനെ ടോട്ടൽ ഡാറ്റാബേസിലെ ഫുൾ കണ്ടൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യും, റിപ്ലിക്കാസ് എടുത്ത് വെക്കുന്നത്, റിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി നോ റിപ്ലിക്കേഷനകത്ത് നമ്മൾ എന്താണ്, ഡാറ്റാസിനെ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ, അതിൻ്റെ റിപ്ലിക്കാസ് ഒന്നും എടുക്കുന്നില്ല. പാർഷ്യൽ റിപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളൊരു ഡാറ്റാബേസിൽ ആവശ്യമായുള്ള ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസിനെ മാത്രം, അതിൻ്റെ ഡാറ്റാസിൻ്റെ ആ ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രം, ആവശ്യമായുള്ള കുറച്ച് ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രമാണ് നമ്മൾ റിപ്ലിക്ക എടുത്ത് വെക്കുന്നത്. അതിൽ ആവശ്യമായ സാധനത്തിൽ ഡാറ്റാസിനെ മാത്രമേ നമ്മൾ മറ്റേ ഡാറ്റാബേസിലേക്ക് എടുത്ത് വെക്കുന്നുള്ളൂ. ഇതാണ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ റിപ്ലിക്കേഷൻ. ഡാറ്റ റിപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്, ടു പ്രൊവൈഡ് എ കൺസിസ്റ്റൻറ്റ് കോപ്പി ഓഫ് ഡാറ്റ അക്രോസ് ഓൾ ദ ഡാറ്റാബേസ് നോഡ്സ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ വന്നാണ് പ്രൊവൈഡ് എ കൺസിസ്റ്റൻറ്റ് കോപ്പി ഓഫ് ഡാറ്റ അക്രോസ്
all the database nodes ഡാറ്റേൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് കോപ്പീനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ടു ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ഡാറ്റേൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ദ റിലയബിലിറ്റി ഓഫ് ഡാറ്റ ഈസ് ഇൻക്രീസ്ഡ് ത്രൂ ഡാറ്റ റിപ്ലിക്കേഷൻ വഴി നമുക്ക് എന്താണ്, ഡാറ്റേൻ്റെ റിലയബിലിറ്റിയും ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ ഡാറ്റ റിപ്ലിക്കേഷൻ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് ഗീവ് ഹൈ പെർഫോമൻസ്. ഓക്കെ, ഡാറ്റ റിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ട് എന്താണ്, മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സെർവറായിട്ട് എന്താണ് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, അവരുടെ എല്ലാം ക്വറീസിനും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് സെർവറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പറയുന്നത്, ഡാറ്റ റിപ്ലിക്കേഷൻ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് ഓൾസോ ഗീവ്സ് ഹൈ പെർഫോമൻസും പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഡാറ്റ റിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ്, ടു റിമൂവ് എനി ഡാറ്റ റിഡൻഡൻസി ദ ഡാറ്റാബേസസ് ആർ മെർജ്ഡ് ആൻഡ് slave databases are updated with outdating or incoming data. And next one, since replicas are created, there are chances that the data is found itself where the transaction is executing with reduces the data movement. അതായത് റിപ്ലിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എവിടെയാണോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്, മീൻസ് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത് വെച്ചാൽ അവിടെ തന്നെ അതിൻ്റെ ഡാറ്റനെ നമുക്ക് എന്തായാലും അവിടെ തന്നെ നമ്മൾ ഡാറ്റനെ കിട്ടുന്നത് കൊണ്ട് എന്താണ്, റെഡ്യൂസ് ഡാറ്റ മൂവ്മെൻറ്റ്സിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അവിടെ തന്നെ നമുക്ക് ആ ഡാറ്റനെ ഫൗണ്ട് ചെയ്യുന്നത് കൊണ്ട് ഡാറ്റ മൂവ്മെൻറ്റ്സിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ്, ടു പെർഫോം ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ക്വറീസ്. അപ്പോൾ ഡാറ്റ റിപ്ലിക്കേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്, ക്വറീസിനെ ഫാസ്റ്ററായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിപ്ലിക്കേഷൻ. ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ, മോർ സ്റ്റോറേജ് സ്പേസ് ഈസ് നീഡഡ് ആസ് സ്റ്റോറിങ് ദ റിപ്ലിക്കാസ് ഓഫ് സെയിം ഡാറ്റ അറ്റ് ഡിഫറെൻറ്റ് സൈറ്റ്സ് കൺസ്യൂംസ് മോർ സ്പേസ്. അതായത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണ്ടി വരും. കാരണം ഒരു സെയിം ഡാറ്റേൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ മൾട്ടിപ്പിൾ പ്ലേസസിൽ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ഡാറ്റ റിപ്ലിക്കേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. എന്ത്, സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണം, അപ്പോൾ മോർ സ്റ്റോറേജ് സ്പേസ് വേണ്ടി വരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഡാറ്റ റിപ്ലിക്കേഷൻ ബിക്കംസ് എക്സ്പെൻസീവ് വെൻ ദ റിപ്ലിക്കാസ് അറ്റ് ഓൾ ഡിഫറെൻറ്റ് സൈറ്റ്സ് നീഡ്സ് ടു ബി അപ്ഡേറ്റഡ്. അപ്പം ഈ എല്ലാ സൈറ്റ്സിലും ഉള്ള ഡാറ്റ റിപ്ലിക്കാസിനെയും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടി. എന്താണ്, നമുക്ക് എല്ലാത്തിനും കുറേ ഒരു സെയിം ഡാറ്റയ്ക്ക് എന്താണ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവുമല്ലേ. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ഈ എല്ലാ കോപ്പീസിലും ആ അപ്ഡേഷൻസ് വരുത്താനുള്ള, അപ്പം മോഡിഫിക്കേഷൻ വരുത്താനുള്ള. അപ്പോൾ ഇത് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പരിപാടിയാണ്. നെക്സ്റ്റ് ആണ്, മെയിൻറ്റെയിനിങ് ദ ഡാറ്റ കൺസിസ്റ്റൻസി അറ്റ് ഡിഫറെൻറ്റ് സൈറ്റ്സ് ഇൻവോൾവ്സ് കോംപ്ലക്സ് മെഷേഴ്സ്. അതായത് ഡാറ്റ കൺസിസ്റ്റൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഡിഫറെൻറ്റ് സൈറ്റ്സിലുള്ള ഡാറ്റ കൺസിസ്റ്റൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, കോംപ്ലക്സ് മെഷേഴ്സ് എല്ലാം വേണ്ടി വരും. മീൻസ് ആ കൺസിസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയുള്ള പരിപാടിയാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ അലോക്കേഷൻ. Data allocation describes the process of deciding where to locate the data. അപ്പം ഡാറ്റ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റേനെ ഡാറ്റാബേസിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈഡിങ് വേർ ടു ലൊക്കേറ്റ് ദ ഡാറ്റേനെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഡാറ്റാബേസിൽ ഓരോ ഡാറ്റാസിനെ എവിടെ സ്റ്റോർ ചെയ്യണം, അതിനെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ അലോക്കേഷൻ എന്ന് പറയുന്നത്. Data allocation strategies are as follows. First one, with a centralized data allocation, the entire database is stored at one site. അപ്പോൾ ഡാറ്റ അലോക്കേഷൻ സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വൺ എന്താണ്, സെൻട്രലൈസ്ഡ് ഡാറ്റ അലോക്കേഷൻ ഡാറ്റ എങ്ങനെയാണ്, എൻ്റയർ ഡാറ്റേനെ ഒരു സൈറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, the entire database is stored at one site. അപ്പോൾ entire database നമ്മൾ ഒരു സൈറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് സെൻട്രലൈസ്ഡ് ഡാറ്റ അലോക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ്, വിത്ത് പാർട്ടീഷൻഡ് ഡാറ്റ അലോക്കേഷൻ. എന്താണ് പാർട്ടീഷൻഡ് ഡാറ്റ അലോക്കേഷൻ? ദ ഡാറ്റാബേസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 or more disjoint parts and stored at 2 or more sites.
അതായത് നമ്മൾ ഡാറ്റാബേസിനെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ 2 or more സൈറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് പാർട്ടീഷൻഡ് ഡാറ്റാബേസ്. അപ്പം ഡാറ്റ അലോക്കേഷൻ്റെ ഫസ്റ്റ് എന്താണ്? സെൻട്രലൈസ്ഡ് ഡാറ്റ അലോക്കേഷൻ, സെക്കൻഡ് പാർട്ടീഷൻഡ് ഡാറ്റ അലോക്കേഷൻ, ആൻഡ് ഒന്നും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് വിത്ത് റിപ്ലിക്കേറ്റഡ് ഡാറ്റ അലോക്കേഷൻ. റിപ്ലിക്കേറ്റഡ് ഡാറ്റ അലോക്കേഷൻ എങ്ങനെയാണ്? കോപ്പീസ് ഓഫ് 1 or more ഡാറ്റാബേസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് അറ്റ് സെവറൽ സൈറ്റ്സ്. ഇതിൻ്റെ അകത്ത് ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റാസിൻ്റെ കോപ്പീസിനെ നമ്മൾ സെവറൽ സൈറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? അലോക്കേഷനാണ് ഇതിൽ. ഡാറ്റ അലോക്കേഷൻ എന്താണ്? നമ്മൾ ഡാറ്റാസിനെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ അലോക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. സെൻട്രലൈസ്ഡ് ഡാറ്റ അലോക്കേഷനും, പാർട്ടീഷൻഡ് ഡാറ്റ അലോക്കേഷനും, ആൻഡ് റിപ്ലിക്കേറ്റഡ് ഡാറ്റ അലോക്കേഷനും. സെൻട്രലൈസ്ഡ് ഡാറ്റ അലോക്കേഷനിൽ നമ്മൾ എൻ്റെ ഡാറ്റാബേസിനെ ഒരൊറ്റ സൈറ്റിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. പാർട്ടീഷൻഡ് ഡാറ്റാബേസിന് നമ്മൾ ഒരു ഡാറ്റാബേസിനെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയി സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഫ്രാഗ്മെൻറ്റ്സിനെയും സെപ്പറേറ്റ് സൈറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റിപ്ലിക്കേറ്റഡ് ഡാറ്റ അലോക്കേഷൻ്റെ അകത്ത് സെയിം ഡാറ്റാബേസ് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ 2 or more കോപ്പീസിനെ ഡിഫറെൻറ്റ് സൈറ്റ്സിൽ, സെവറൽ സൈറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് റിപ്ലിക്കേറ്റഡ് ഡാറ്റ അലോക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്? റെപ്ലിക്കേഷൻ ആൻഡ് ഡാറ്റ അലോക്കേഷൻ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈനിൽ. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈനിലെ റെപ്ലിക്കേഷൻ ആൻഡ് അലോക്കേഷൻ ടെക്നിക്സ് ആണ്. ഇപ്പോൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡാറ്റേൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്, സിങ്ക്രോണസും അസിങ്ക്രോണസും. സിങ്ക്രോണസിൻ്റെ അകത്ത് എങ്ങനെയാണ്? ഒറിജിനൽ ഡാറ്റയിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വരുന്നതാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ റെപ്ലിക്കയിൽ വരുന്നു. അസിങ്ക്രോണസിൻ്റെ അകത്താണെങ്കിൽ ഒറിജിനലിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അത് കമ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ റിപ്ലിക്കേൻ്റെ അകത്തേക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിപ്ലിക്കേഷൻ സ്കീംസ് ആണ്. 3 സ്കീംസ് ആണുള്ളത്: ഫുൾ റിപ്ലിക്കേഷൻ, നോ റിപ്ലിക്കേഷൻ ആൻഡ് പാർഷ്യൽ റിപ്ലിക്കേഷൻ. പിന്നെ എന്താ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡാറ്റ അലോക്കേഷനെ കുറിച്ചുമാണ്.